ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 രൂപയ്ക്ക് താഴെ ഇപ്പം മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. ഇപ്പം 5,000 രൂപയുടെയും 10,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് ഈ ഒരു പ്രൈസിങ് നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6,300 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 4G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ പഞ്ചോൾ ഡിസൈൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള അത്യാവശ്യം നല്ല MediaTekന്റെ Helio G50 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 6,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ചില ആൾക്കാർക്ക് സാംസങ്ങിന്റെ തന്നെ ഒരു ഫോണൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M05 4G അല്ലാന്നുണ്ടെങ്കിൽ F05 4G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. ഇപ്പം ഈ ഫോണുകളിലും 6.7 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ വരുന്നുള്ളൂ. എന്നാൽ MediaTekന്റെ Helio G85 എന്നുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി എടുത്തിട്ടുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നുണ്ട്. 6,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 7,300 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G05 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടെക്നോ പോപ്പ് 9 4Gയിലേതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. 6.6 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. MediaTekന്റെ Helio G81 എന്നുള്ള കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഇതിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 5200 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 7,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ 7,800 രൂപ പ്രൈസ് റേഞ്ചിൽ Realme C63 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫീച്ചർ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പും ചെയ്യാവുന്നതാണ്. എന്തായാലും ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസ്സറാണ് വരുന്നത്. HD റെസൊല്യൂഷനെ ഡിസ്പ്ലേയിൽ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ 7,800 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. 7,800 രൂപ പ്രൈസ് റേഞ്ചിൽ Itel P55 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. 7,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C75 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.8 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 5G സപ്പോർട്ട് ഉണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ജിയോയുടെ 5G സിം മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ബാക്കി സിമ്മുകളുടെ 5G സപ്പോർട്ട് ഇതിലുണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതും കൂടി വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോൺ സെലക്ട് ചെയ്യാം. ജിയോ 5G ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5160 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് Redmi A4 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 8,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പം വരുന്നത്. പിന്നെ 8,700 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ യുവ 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.55 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനൊക്കെ ഇതിൽ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T750 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്.
8,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ 9,500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 5G, അതുപോലെ തന്നെ ഇൻഫിനിക്സ് ഹോട്ട് 50 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ നല്ലൊരു ഓപ്ഷനൊക്കെ തന്നെയായിരിക്കും. രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളാണ്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമാണ് വരുന്നത്. 9,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോണുകൾ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 9,200 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F06 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 5G സപ്പോർട്ടുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ് ഇത്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ഉണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 9,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Moto G35 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. യൂണി SoC T760 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 18 വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ യൂണി SoCയുടെ പ്രോസസ്സറാണ് വരുന്നത്. നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗന്റെ തന്നെ പ്രോസസ്സർ വേണം എന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ Moto G45 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ യൂണി SoCയുടെ പ്രോസസ്സറിന് പകരം സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പക്ഷേ ഡിസ്പ്ലേയിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മിസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ചില കോംപ്രമൈസുകളും വരുന്നുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗന്റെ തന്നെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ Moto G45 5Gയും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് 10,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെക്നോ പോപ്പ് 9 സെലക്ട് ചെയ്തേക്കാം. കുറച്ചും കൂടി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ Moto G05 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. പിന്നെ 10,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ Moto G35 5G എന്ന സ്മാർട്ട് ഫോണും ഞാൻ കൺസിഡർ ചെയ്തേക്കാം. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.